വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാനൊരു കടലമാവ് ഹൽവ അല്ലെങ്കിൽ ബേസിൻ്റെ ഹൽവയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആകും. ഇവിടെ നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് 3/4 കപ്പ് കടലമാവ് അല്ലെങ്കിൽ ബേസൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് റവ അല്ലെങ്കിൽ സൂചി ചേർത്തിട്ടുണ്ട്. ഇത് ഇനി കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് മൂത്തിട്ട് ഒരു ബേസൻ്റെ അല്ലെങ്കിൽ കടലമാവിൻ്റെ ഒരു നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്നിടം വരെ ഇതിനൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ അവിടെ അപ്പുറത്തെ അടുപ്പിൽ 2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ള് മഞ്ഞളും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾ നമ്മൾ ചേർത്തേക്കുന്നത് കളറിന് വേണ്ടിയാണ്. കളർ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളർ ചേർക്കാം. ഞാനിവിടെ കളർ ചേർക്കുന്നില്ല. ബേസനല്ലേ കടലമാവ് ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. ബേസൻ്റെ അല്ലെ കടലമാവിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഇതിനകത്ത് നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്, അതായത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. പക്ഷേ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് കൊണ്ടാണ് സാധാരണക്കാരന് ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അത് ആ എണ്ണയും ബേസൻ കടലമാവ് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ മൂക്കണം. ഒന്നുകൂടെ മൂക്കാൻ വേണ്ടി എണ്ണ ഇളക്കിക്കൊണ്ടിരിക്കണം. എണ്ണയിൽ കിടന്ന് കടലമാവ് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പഞ്ചാര വെള്ളം ഇതിനകത്ത് ഒഴിക്കാം. അത് കുറേശ്ശെയായിട്ട് ഒഴിക്കണം, ഒന്നിച്ചൊഴിക്കരുത്. ആദ്യം ഒരു പ്രാവശ്യം ഒഴിക്കുക, പിന്നെ 2ാമത് പ്രാവശ്യം ഒഴിക്കുക, 3ാമത്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഒഴിക്കുക. ഇവിടെ നമ്മൾ വെള്ളം മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ അതിൻ്റെ ഇതൊക്കെ പൊടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇനി അത് ആ വെള്ളം മൊത്തം പറ്റുമ്പോൾ നമ്മൾ ഇനി കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അതിപ്പം വെള്ളം മൊത്തം പറ്റട്ടെ. വെള്ളം ഒരു വിധം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കും. നെയ്യ് ചേർത്തിട്ട് പിന്നെ ഇളക്കി കുറച്ചുകൂടെ പിന്നെയും വറ്റിക്കാനുണ്ട്. പാനിൽ നിന്ന് നമ്മുടെ അലുവ വിടാൻ തുടങ്ങിയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ സമയം നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി അത് പരുവത്തിലാവും. നമ്മൾ ഇതുവരെ നമ്മൾ 1/4 കപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ നെയ്യുമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഹൽവ ഇതിൽ നിന്ന് എണ്ണ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നന്നായിട്ട് ഇളക്കണം. ഇനി നമ്മൾ 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതെൻ്റെ രീതിയാണ്. സാധാരണ ഇതിനകത്ത് ചേർക്കാറില്ല. സാധാരണ 1/2 കപ്പ് നെയ്യ് ചേർത്താണ് എല്ലാവരും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഈ രീതിയാണ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഇവിടെ നമ്മൾ തേങ്ങാപ്പാലിൽ അലുവ വെന്തിട്ടുണ്ട്. അലുവയിൽ നിന്ന് എണ്ണ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാരയെ പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയും മുന്തിരിയും കശുവണ്ടിയും നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ കടലമാവ് ഹലുവ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇതൊരു ഹെൽത്തിയായ ഒരു വിഭവമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.